ഇത് നവംബർ 29 തൊഴിൽ വാർത്തയാണ്. ഈ തൊഴിൽ വാർത്തയുള്ളവർ എടുക്കുക, നമുക്ക് ഒപ്പം പഠിക്കാം. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, LGS, VFA, EFCO, ഇനി വരുന്ന എല്ലാ എക്സാമുകളും നമുക്ക് ഒരുമിച്ച് അച്ചീവ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതുപോലെ ഈ ഒരു തൊഴിൽ വാർത്ത പഠിക്കേണ്ടത് ഒരു ഉദ്യോഗാർത്ഥിയുടെ ബേസിക് നീഡാണെന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കറണ്ട് അഫെയർസ് എല്ലാം ഒരു മീഡിയത്തിൽ തന്നെ ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുന്നത്. ഇപ്പോൾ കറണ്ട് അഫെയർസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, അതുപോലെ ആ ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ 2-3 സോൾവ്ഡ് പേപ്പേഴ്സ്, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഒരു തൊഴിൽ വാർത്ത വരുന്നത്. അപ്പം മസ്റ്റായിട്ട് ഇത് തൊഴിൽ വാർത്ത എല്ലാവരും ഉദ്യോഗാർത്ഥി മസ്റ്റായിട്ട് എന്തായാലും തൊഴിൽ വാർത്ത പഠിച്ചിരിക്കണം എന്നാണ് ഞാൻ പറയുക. അറ്റ്ലീസ്റ്റ് ഒന്ന് വായിക്കെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ തൊഴിൽ വാർത്ത വായിക്കുമ്പോൾ അതൊന്ന് കാണാം. ഓക്കെ. ഏത് രാജ്യത്തെ ടെക്നിക്കൽ മിഷനാണ് ഇന്ത്യ അടുത്തിടെ എംബസിയായി ഉയർത്തിയത്? അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ എംബസി ടെക്നിക്കൽ മിഷൻ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ് ഉയർത്തിയത്. അഫ്ഗാനിസ്ഥാൻ താലിബാൻ സർക്കാരിൻ്റെ വിദേശമന്ത്രി ഇന്ത്യയിൽ നടത്തിയ സന്ദർശനത്തിന് തൊട്ട് പിന്നാലെയായിരുന്നു തീരുമാനം. ഓക്കെ. 67,000 മനുഷ്യരുടെ ജീവനെടുത്ത് ഗാസയിൽ 2 വർഷമായി തുടർന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിച്ച് സമാധാന ചർച്ചകൾ നടന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈറോയിൽ. US പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഖത്തർ, ഈജിപ്റ്റ്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥത വഹിച്ചു. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ്? ഖത്തർ, ഈജിപ്റ്റ്, തുർക്കി. സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടത്തെ കരാറിൽ ഒക്ടോബർ 8 ഇസ്രായേലും ഹമാസും ഒപ്പുവെച്ചു. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിൽ 1139 പേർ കൊല്ലപ്പെടുകയും 251 പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തതോടെയാണ് സംഘർഷം ആരംഭിച്ചത്. സമാധാനം ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഒക്ടോബർ 13 കെയ്റോയിൽ US, ഈജിപ്റ്റ്, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങൾ അന്താരാഷ്ട്ര കരാറിൽ ഒപ്പുവെച്ചു. ഏത് സംസ്ഥാനത്താണ് ചികിത്സയ്ക്കായി വരുന്നവരെ രോഗികൾ എന്നതിന് പകരം മെഡിക്കൽ ഗുണഭോക്താക്കൾ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഉത്തരവിറക്കിയിട്ടുള്ളത്? തമിഴ്നാടിനെ. രോഗികൾ എന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന മാനസിക വൈഷമ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഉത്തരവ്. ഭരണതലപ്പത്ത് ഇടവേളകളില്ലാതെ എത്ര വർഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർത്തിയാക്കിയത്? 25 വർഷം. 2001 ഒക്ടോബർ 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി മോദി 2014 മെയ് 22 വരെ 12 വർഷവും 227 ദിവസവും ആ പദവിയിൽ തുടർന്നു. 12 വർഷമാണ് മുഖ്യമന്ത്രിയായത്. 2014 മെയ് 26 പ്രധാനമന്ത്രിയായി അധികാരമേറ്റ അദ്ദേഹം രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം ആ പദവി വഹിക്കുന്ന 3ാമത്തെ വ്യക്തിയെ തുടർന്നു. നെഹ്റുവും ഇന്ദിരാഗാന്ധിയുമാണ് ആദ്യ 2 സ്ഥാനങ്ങളിൽ. പ്രധാനമന്ത്രിയായിട്ട് 3ാം സ്ഥാനം, മുഖ്യമന്ത്രിയായിട്ട് 12 വർഷം. ഓക്കെ. സ്പേസ് എക്സ് സ്ഥാപകനായിട്ടുള്ള ഇലോൺ മാസ്ക് അവതരിപ്പിച്ച AI എൻസൈക്ലോപീഡിയയാണ് ഗ്രോക്കിപീഡിയ. ഒക്ടോബർ ഇൻ്റർനെറ്റിലെത്തിയിട്ടാ. ന്യൂഡൽഹിയിൽ നടന്ന 12ാമത് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ബ്രസീലാണ്. 22 മെഡലുകളുമായി ഇന്ത്യ 10ാം സ്ഥാനത്ത്. ഓക്കെ. 2025 സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 5 വരെ ഇന്ത്യയിൽ വെച്ച് ആദ്യമായി നടന്ന ചാമ്പ്യൻഷിപ്പിൽ 186 ഇനങ്ങളിലായി 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 1200-ലധികം അത്ലറ്റുകൾ പങ്കെടുത്തു. 2025 മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ എന്ന പരീക്ഷണങ്ങൾ എന്ന ആത്മകഥയ്ക്ക് 2025 100 വർഷം തികഞ്ഞു. 1925 നവംബർ 25 ഗുജറാത്തി ഭാഷയിൽ രചിച്ച ആത്മകഥ നവജീവനിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. 166 ലക്കങ്ങളിൽ ആയിട്ട് 1929 ഫെബ്രുവരി 3 വരെ പ്രസിദ്ധീകരണം തുടർന്നു. പുസ്തക രൂപത്തിലുള്ള ആത്മകഥയുടെ 1ാം ഭാഗം 1927 2ാം ഭാഗം 1929 പുറത്തിറങ്ങി. ബാല്യം മുതൽ 21 വരെ ജീവിതമാണ് പ്രതിപാദ്യ വിഷയം. ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുള്ള മഹാദേവ് ഗോവിന്ദ ദേശായിയാണ് ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത് എന്ന പേരിൽ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. പ്യാരിലാൽ നെയ്യാറും സഹകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലുമായി പുസ്തകത്തിൻ്റെ 61 ലക്ഷം കോപ്പികൾ വിറ്റുപോയി. 21 ലക്ഷം കോപ്പികളുമായിട്ട് ഇംഗ്ലീഷിലാണ് മുന്നിൽ. 2ാം സ്ഥാനത്ത് മലയാളം, 3ാം സ്ഥാനത്ത് തമിഴ്. പിന്നെ ആത്മകഥയിൽ ഇടം പിടിച്ച ഏക മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. ലോക മാനസികാരോഗ്യ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 10. ഒക്ടോബർ 15 കേരളത്തിൽ വെച്ച് അന്തരിച്ച റെയില അമോള ഒലിങ്ക ഏത് രാജ്യത്തെ മുൻ പ്രധാനമന്ത്രിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെനിയ കേട്ടോ. റെയില അമോള ഒലിങ്ക ആയുർവേദ ചികിത്സയിലെത്തിയ വേളയിലാണ് മരിച്ചത്. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് അഹമ്മദാബാദിലാണ്. 2010 ഇന്ത്യ ഇതിനു മുമ്പ് ഗെയിംസിൽ ആതിഥേയത്വം വഹിച്ചത്.
ഈയിടെ അന്തരിച്ച പങ്കജ് ധീർ മഹാഭാരതം TV പരമ്പരയിൽ ഏത് കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്? പങ്കജ് ധീർ, കർണൻ്റെ വേഷം. അടുത്തിടെ അന്തരിച്ച വിഖ്യാത ഹോളിവുഡ് നടിയാണ് ഡയാൻ കീറ്റൺ. ഡയാൻ കീറ്റൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്, ഡയാൻ കീറ്റൺ. അപ്പോൾ ഗോഡ് ഫാദർ പരമ്പരയിലെ കെ ആഡംബരത്തിനെ അവതരണീയമാക്കിയിട്ടുള്ള കീറ്റൻ കൂടി അലൻ സംവിധാനം ചെയ്തിട്ടുള്ള ആനി ഹോൾ എന്നീ സിനിമയിലൂടെ മികച്ച നടിക്കുള്ള ഓസ്കാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. 2026 ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേരാണ് ട്രയോണ്ട. സ്പാനിഷ് തരംഗം എന്നർത്ഥം വരുന്ന ഓണ്ടയും മൂന്നിനെ സൂചിപ്പിക്കുന്ന ട്രൈയും ചേർന്നാണ് പേര് നൽകിയത്. US, മെക്സിക്കോ, കാനഡ എന്നീ 3 ആതിഥേയ രാജ്യങ്ങളുടെ ഐക്യത്തിൻ്റെ പ്രതീകമായാണ് പേര് വിശേഷിപ്പിക്കപ്പെടുന്നത്. അടുത്തിടെ നടന്ന കൊങ്കൺ 25 ഏത് രാജ്യങ്ങൾ ചേർന്ന് നടത്തിയ സംയുക്ത നാവികാഭ്യാസമാണ് ഇന്ത്യയും UK തമ്മിൽ. കൊങ്കൺ 25 എന്ന് പറയുന്നത് ഇന്ത്യയും UK തമ്മിൽ കേട്ടോ, UK. അടുത്ത സല്ലാപം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. മുതിർന്ന പൗരന്മാരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ഏകാന്തതയ്ക്ക് പരിഹാരം നൽകുന്നതിനുമായിട്ട് സംസ്ഥാന സാമൂഹ്യ വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള പദ്ധതിയാണ് സല്ലാപം. 14567 എന്ന ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കളുമായി സല്ലാപം നടത്താം. പരിശീലനം നേടിയ MSW വിദ്യാർത്ഥികളാണ് സുഹൃത്തുക്കളായി എത്തുക. ഓക്കെ, സല്ലാപം പദ്ധതി. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജ് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ മെയിൻ ഹെഡിങ് എന്തായിരുന്നു? ഗാന്ധിജിയുടെ ആത്മകഥയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച ഭാഷ ഇംഗ്ലീഷ് ഭാഷയിലല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പേജ്. അപ്പം ഈ ആഴ്ചയോടുകൂടി മാക്സിമം ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ.